അത് കേട്ടതും ഗായത്രി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നീ എന്താ മുകുന്ദ അത് ഇൻഫോം ചെയ്യാതിരുന്നത്? ഗായത്രിയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് മുകുന്ദൻ മറുപടി പറഞ്ഞു, എനിക്ക് വന്ന ഓഡിയോ സന്ദേശത്തിൽ ചേച്ചിയുടെ പേരുണ്ടായിരുന്നു. അത് കേട്ടതും ഗായത്രി തലയിൽ കൈവച്ച് കസേരയിലിരുന്നു. മുകുന്ദൻ തുടർന്ന് പറയാൻ ആരംഭിച്ചു. ഞാൻ ആദ്യം കരുതിയത് കേസ് വഴിതെറ്റിക്കാൻ കൊലയാളി ചെയ്യുന്ന ഒരു ട്രാപ്പ് മാത്രമാണ് എന്നാണ്. ചേച്ചിയെ കേസിൽ വെറുതെ വലിച്ചിഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് സത്യേട്ടനെ അത്രയേറെ പ്രഷർ ചെയ്തിട്ട് ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. കേസിൽ ആരെയും ഉൾക്കൊള്ളിക്കാതെ തനിച്ചന്വേഷിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. 4 കൊലപാതകങ്ങൾക്കും ശേഷം അയച്ച ഓഡിയോ സന്ദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നോക്കിയപ്പോഴാണ് ഈ കേസ് വഴിതെറ്റിക്കാനല്ല, മറിച്ച് കൊലയാളി എന്തിനു കൊല ചെയ്യുന്നു എന്ന് വ്യക്തമാക്കി തരികയാണ് എന്ന് മനസ്സിലായത്. വാ, ചേച്ചിക്ക് ആ ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കട്ടെ. മുകുന്ദൻ ഗായത്രിയുടെ കൈ പിടിച്ച് മുകളിലെ മുറിയിലേക്ക് നടന്നു. ഹൃദയമിടിപ്പോടെ ഗായത്രി മുകുന്ദന്റെ കൂടെ നടന്നു. ലാപ്ടോപ്പിൽ 4 സന്ദേശങ്ങൾ ക്രമപ്പെടുത്തി വെച്ചിരുന്നു. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മുകുന്ദൻ പറഞ്ഞു, MLA രാധാകൃഷ്ണന് SI സദാശിവൻ അയച്ച ഓഡിയോ സന്ദേശങ്ങളാണ് ഇവ 4. ഓരോ കൊലപാതകങ്ങൾക്കും ശേഷം അന്വേഷണ പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവ അയച്ചു കൊടുത്തു എന്ന് മാത്രം. ഇതിൽ ചേച്ചിയുടെ കാര്യം പറയുന്ന സന്ദേശം എനിക്കാണ് അയച്ചു തന്നത്. മുകുന്ദൻ ഓരോ ഓഡിയോകളും പ്രവർത്തിപ്പിച്ചു തുടങ്ങി. ഓഡിയോ 1. രാധാകൃഷ്ണൻ സാറേ, വക്കീൽ ഗായത്രി പറഞ്ഞതുപോലെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാക്കി FIR-ൽ ചേർത്തിട്ടുണ്ട്. ഓഡിയോ 2. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറിന് കാശ് തിരി കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓഡിയോ 3. സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ വലിച്ചടിക്കരുത്. ഓഡിയോ 4. അശോകനും കൊടുക്കണം കേട്ടോ. ശരീരത്തിലുള്ള പാടുകൾ അവൻ കണ്ടതാണ്. ചോദ്യം ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു. 4 ഓഡിയോ സന്ദേശങ്ങളും കേട്ടയുടനെ ഗായത്രി തളർന്ന അവശയായി തറയിലിരുന്നു. മുകുന്ദൻ ഗായത്രിയെ പിടിച്ചുയർത്തി. എന്തു പറ്റി ചേച്ചി? മുകുന്ദന്റെ ആ ചോദ്യത്തിന് വിറയ്ക്കുന്ന സ്വരത്തോടെ ഗായത്രി പറഞ്ഞു, മുകുന്ദ, ആ ശ്രീലക്ഷ്മി ഇപ്പോൾ എവിടെയുണ്ട്? ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല ചേച്ചി. അത് കേട്ടതും ഗായത്രി തലയിൽ കൈവച്ചു. എൻ്റെ ദൈവമേ, എന്തു പറ്റി ചേച്ചി? കാര്യം പറ. മുകുന്ദ, കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് പറഞ്ഞു തരാനുണ്ട്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ശ്രീലക്ഷ്മിയുടെ ജീവൻ അപകടത്തിലാണ്. നീ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. അത് കേട്ടതും മുകുന്ദൻ മൊബൈൽ ഫോൺ എടുക്കാനോടി. ശ്രീലക്ഷ്മിയുടെ ഫോണിലേക്ക് പലവട്ടം വിളിച്ചു നോക്കി. പക്ഷേ ഔട്ട് ഓഫ് റീച്ചബിൾ തന്നെയാണ് പറയുന്നത്. അപ്പോഴേക്കും ഗായത്രി മുകുന്ദന്റെ അരികിലെത്തി. എടാ, അവളുടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മുകുന്ദൻ ശ്രീലക്ഷ്മിയുടെ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ മുകുന്ദനാണ് സംസാരിക്കുന്നത്. ശ്രീലക്ഷ്മി സ്റ്റേഷനിലുണ്ടോ? സർ, ഞാൻ കോൺസ്റ്റബിൾ ശരത്താണ്. മാഡം ഇന്ന് ലീവാണ് സർ. ലീവോ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണോ ലീവ് എടുക്കുന്നത്? അത് സാറേ, മിത്ര കൊലക്കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗവുമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ആദ്യമായിട്ടാണ് ഒന്നും പറയാതെ പോയത്. അതും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. താനൊക്കെ എന്ത് വിവരക്കേടാണല്ലോ കാണിക്കുന്നത്? സർക്കിൾ ഇൻസ്പെക്ടർ മിസ്സിംഗ് ആയിട്ട് ഇൻഫോം ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. അത് സാറേ, ഇടയ്ക്കിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകാറുണ്ടല്ലോ. ആരോടും പറയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട്. വന്നു കഴിഞ്ഞാൽ ശകാരം കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഇതുവരെ ഇൻഫോം ചെയ്യാതിരുന്നത്. ഷട്ടപ്പ്! മുകുന്ദൻ വളരെ ദേഷ്യത്തോടെ ഫോൺ കട്ടിച്ചത്. ചേച്ചി, ശ്രീലക്ഷ്മി മിസ്സിംഗ് ആണ്. എൻ്റെ ദൈവമേ. എടാ, എത്രയും പെട്ടെന്ന് മുഴുവൻ സ്റ്റേഷനിലേക്കും വിവരമറിയിക്കുക. ഞാൻ സത്യേട്ടനെ വിളിച്ചു നോക്കട്ടെ. കൺട്രോൾ റൂമിൽ നിന്നും അതിവേഗം സന്ദേശം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറ്റപ്പെട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി മിസ്സിംഗ് ആണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മുഴുവൻ റോഡുകളിലും പരിശോധന നടത്തുക. സംശയാസ്പദമായ വാഹനങ്ങൾ കണ്ടാൽ ഇൻഫോം ചെയ്യുക. എല്ലാ പ്രധാന റോഡുകളും വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. DIG സത്യനാഥ് ജില്ലയിലെ എല്ലാ DVSP SP പോസ്റ്റിലുള്ളവരെ വീഡിയോ കോൺഫറൻസിലൂടെ കോൾ ചെയ്തു. എല്ലാവരും അലർട്ടായിരിക്കുക. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ അവസാന 4 അക്കമായ 9949 എന്ന നമ്പറിൽ നിന്നും വാട്സപ്പ് സന്ദേശം വരികയാണെങ്കിൽ ഉടനെ സൈബർ സെല്ലിൽ വിവരം ഇൻഫോം ചെയ്യുക. ആ സന്ദേശങ്ങൾ മുകുന്ദന്റെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യുക. അതേസമയം മുകുന്ദൻ സൈബർ സെല്ലിലേക്ക് വിവരമറിയിച്ചു. മിത്രയുടെ ഫോൺ നമ്പർ ഏതെങ്കിലും ഒരു ടവറിൽ കണക്റ്റ് ആവുകയാണെങ്കിൽ ടവർ ലൊക്കേഷൻ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും എനിക്കും കൈമാറുക. രാത്രി 10 മണിയോടെ ജില്ല മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലായി. എങ്ങും കടുത്ത പരിശോധന. എമർജൻസി വാഹനങ്ങൾ പോലും പരിശോധന നടത്തി മാത്രം കടത്തിവിട്ടു. മുകുന്ദൻ ആകെ വെപ്രാളത്തിലാണ്. സൈബർ സെല്ലിൽ നിന്നോ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്നോ തന്റെ ഫോണിലേക്ക് വിവരം ലഭിച്ചാൽ ഉടൻ യാത്ര പുറപ്പെടാൻ പാകത്തിന് വാഹനവുമായി റോഡരികിൽ അക്ഷമയോടെ കാത്തിരുന്നു. അതേസമയം ആലക്കോട് എന്ന സൂചന ബോർഡ് കഴിഞ്ഞ് ഒരു കറുത്ത അംബാസഡർ കാർ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. കാറിനുള്ളിൽ വല്ലാത്തൊരു അന്ധകാരമാണ്. കറുത്ത ഗ്ലാസ് ധരിച്ച കൈകൊണ്ട് അയാൾ സ്റ്റിയറിംഗ് ഇടത്തോട്ടും വലത്തോട്ടും നിൽക്കുന്നു. അയാൾ
ഇടം കൈകൊണ്ട് ഗിയർ മാറ്റുന്നുമുണ്ട്. പിന്നെ ഭയം തോന്നും തരത്തിൽ വല്ലാത്തൊരു ഇനത്തിൽ അയാൾ ചൂളം വിളിക്കുന്നു. പിറകിലെ സീറ്റിൽ വാച്ച് ധരിച്ച സ്ത്രീയുടെ കൈ വണ്ടിയുടെ കുലുക്കത്തിനനുസരിച്ച് ആടിയുലയുന്നുണ്ടായിരുന്നു. സീറ്റിൽ കിടത്തിയിരുന്ന മൃതദേഹത്തിൻ്റെ കൈയായിരുന്നു അത്. മരച്ചില്ലകൾക്കിടയിലൂടെ നിലാവിൻ്റെ വെളിച്ചം കാറിൻ്റെ പിന്നിലെ ഗ്ലാസിൽ പതിക്കുമ്പോൾ ആ മൃതദേഹത്തിൽ പോലീസ് യൂണിഫോമിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണാം. അല്പം കഴിഞ്ഞപ്പോൾ വാഹനം വിജനമായൊരു കയറ്റം കയറി തുടങ്ങി. ഇലകൾ പൊഴിഞ്ഞു തുടങ്ങിയ മരങ്ങൾക്കിടയിലൂടെ ആകാശത്തുള്ള പൂർണ്ണചന്ദ്രനെ വ്യക്തമായി കാണാം. മരണഭയം തോന്നുന്ന അയാളുടെ ചൂളം വിളി ഒരലയടി പോലെ അവിടെയെങ്ങും കേൾക്കാം. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ തലയുടെ കീഴോട്ടുള്ള ഭാഗം തെളിഞ്ഞു കാണുന്നുണ്ട്. മുകളിൽ കോട്ടു ധരിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ അകത്തുള്ള വസ്ത്രത്തിൽ അങ്ങിങ്ങായി രക്തക്കറയുണ്ട്. ഒടുവിൽ റോഡ് അവസാനിച്ചു. കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ വഴിയിലൂടെ അയാളുടെ വാഹനം പിന്നെയും മുന്നോട്ടു പോയി. പെട്ടെന്ന് ആ വാഹനം നിർത്തി. അയാൾ മെല്ലെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി. പുറകുവശത്തെ ഡോർ തുറന്നു. ഉടനെ ഒരു പോലീസ് ക്യാപ്പ് തറയിലേക്ക് ഉരുണ്ടു വീണു. അയാൾ സീറ്റിലുണ്ടായിരുന്ന മൃതദേഹം വലിച്ച് താഴെയിട്ടു. പിന്നെ ഭയപ്പെടുത്തുന്ന ഈണത്തിൽ ചൂളമടിച്ചുകൊണ്ട് ആ ശരീരം വലിച്ചിഴച്ചു കൊണ്ട് പോവുകയാണ്. ഒടുവിൽ ഒരു പാറയുടെ മുകളിൽ മൃതദേഹം ഉപേക്ഷിച്ചു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തി പോക്കറ്റിൽ നിന്നും ഒരു മുടിയെടുത്ത് പരിസര പ്രദേശത്ത് ഉപേക്ഷിച്ചു. പിന്നെ അങ്ങിങ്ങായി ചില വിരലടയാളങ്ങൾ കൃത്രിമമായി പതിച്ചു. വീണ്ടും വാഹനത്തിലേക്ക് മടങ്ങിപ്പോയി. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ധരിച്ച് ആ പരിസരത്തു കൂടി വീണ്ടും നടന്നു. വാഹനത്തിൻ്റെ ഡിക്കി തുറന്ന് പലവിധ സാധനങ്ങൾ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉപേക്ഷിച്ചു. ശേഷം അയാൾ വണ്ടിയിൽ കയറി വാഹനം പതുക്കെ മുന്നോട്ട് നീങ്ങി. ഫ്ലൈറ്റ് മോഡിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഓൺ ചെയ്തു. ഉടനെ സൈബർ സെല്ലിൽ നിന്ന് മുകുന്ദൻ്റെ ഫോണിലേക്ക് ടവർ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെട്ടു. ആലക്കോട് സ്റ്റേഷനിലേക്കും സൈബർ സെല്ലിൽ നിന്നും ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടു. മുകുന്ദനും അതിവേഗം വാഹനം ഓടിച്ച് ആലക്കോടിലേക്ക് യാത്ര പുറപ്പെട്ടു. പെട്ടെന്ന് മുകുന്ദൻ്റെ ഫോണിലേക്ക് മിത്രയുടെ ഫോൺ നമ്പറിൽ നിന്നും ഒരു സന്ദേശമെത്തി. ഇനിയുള്ള യുദ്ധം നേരിട്ടല്ലേ, അതുകൊണ്ട് ഈ ഫോട്ടോയും വീഡിയോയും സാറിൻ്റെ ഫോണിൽ തന്നെ ഇരിക്കട്ടെ. അതായിരുന്നു സന്ദേശം. പിന്നെ ചിത്രങ്ങളും വീഡിയോയും ഒരു ശബ്ദ സന്ദേശവും മുകുന്ദൻ്റെ ഫോണിലേക്ക് റിസീവായി. വാട്സാപ്പിൽ വന്ന ചിത്രങ്ങൾ ലോഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു കാരണം. അല്പസമയം കഴിഞ്ഞ് അടുത്തുണ്ടായിരുന്ന വയർലെസ് സംവിധാനം ശബ്ദിച്ചു. മൊബൈൽ ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി വാക്കി ടോക്കിയിലേക്ക് നോക്കി. അതൊരു പോലീസ് ഇൻഫർമേഷൻ ആയിരുന്നു. വരിയലം എന്ന സ്ഥലത്ത് നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയതായി ആലക്കോട് പോലീസിന്റെ ഒരു ഇൻഫർമേഷനുണ്ട്. ഓവർ ഓവർ. വയർലെസ് സന്ദേശം കേട്ടതും മുകുന്ദൻ ആകെ അസ്വസ്ഥതയിലായി. ദുഃഖം സഹിക്കവയ്യാതെ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതായി തോന്നി. മൊബൈൽ ഫോണിലേക്ക് നോക്കാൻ പോലും ഭയമായിരുന്നു. ശ്രീലക്ഷ്മി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്ത് മുകുന്ദൻ വല്ലാതെ അസ്വസ്ഥനാണ്. എത്ര വട്ടം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും സങ്കടം അടക്കി പിടിക്കാനായില്ല. അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. കണ്ണുനീർ തുടച്ചു കളഞ്ഞ വണ്ടിയുടെ ഗിയർ തട്ടിമാറ്റി വാഹനം മുന്നോട്ടെടുത്തു. ഇത്രയും പോലീസ് കാവലുള്ള സമയത്ത് കൊലയാളി ഒരിക്കലും പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കില്ല എന്ന് മുകുന്ദൻ അറിയാം. അതിനാൽ കട്ട് റോഡുകളും ഇടവഴികളും തിരഞ്ഞെടുത്ത് പരമാവധി ഉൾവഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ആ യാത്ര വളരെ സാഹസം നിറഞ്ഞതായിരുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ വിജനമായ വനമേഖലയിലെത്തി. പെട്ടെന്ന് കാട്ടിനുള്ളിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു ചെമ്മൺ പാത മുകുന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പനേരം ആലോചിച്ചതിന് ശേഷം വാഹനം അങ്ങോട്ടെടുത്തു. മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അങ്ങകലെ കുന്നിൻ മുകളിൽ നിന്നായി മങ്ങിയ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുഴിയിലും കല്ലിലും കയറി ഇറങ്ങി ആടിയുലഞ്ഞ് ഒരു വാഹനം വരുന്നുണ്ടായിരുന്നു. ഇരുട്ടാണെങ്കിലും മരങ്ങൾക്കിടയിലൂടെ പതിക്കുന്ന നേർത്ത നിലാവിന്റെ വെളിച്ചത്തിൽ അതൊരു കറുത്ത അംബാസഡർ കാറാണെന്ന് മുകുന്ദന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ആ വാഹനം അടുക്കുംതോറും മുകുന്ദന്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. റോഡിന് കുറുക്കെ വാഹനം നിർത്തിയതിനു ശേഷം മുകുന്ദൻ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി. കയ്യിലുണ്ടായിരുന്ന റിവോൾവർ വന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് നേരെ നീട്ടി. ശബ്ദമുണ്ടാക്കി ആടിയുലഞ്ഞ് വന്നുകൊണ്ടിരുന്ന കാർ പെട്ടെന്ന് നിന്നു. അയാൾ എഞ്ചിൻ ഓഫ് ചെയ്തതോടെ മുകുന്ദൻ തീർത്തും ഇരുട്ടിലായി. റിവോൾവർ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ഹൃദയമെടുപ്പോടെ മുകുന്ദൻ ഓരോ ചുവടുകൾ മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. ഉടനെ അലറിക്കൊണ്ട് മുകുന്ദൻ പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്.